നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാളു അത് കൊള്ളാലോ. ഇനി മറ്റൊരു നല്ല പേര് കൂടി വേണം. നമുക്ക് രമ്യ എന്നിട്ടാലോ? രമ്യോ? ആ അതെ. സ്നേഹം നിന്നെ. ഇവരുടെ കൂടെ നീ എങ്ങോട്ട് പോകുന്നു? എന്റെ കൂടെ ഇവള് വരുന്നതിന് നിനക്കെന്താ? ഇവളെ എന്റെ ഭർത്താവിന്റെ സഹോദരിയാ. ആ ബന്ധം തന്നെയാണല്ലോ എനിക്ക് ഇവളോടുള്ളത്. അതുകൊണ്ട് തന്നെയാ നിങ്ങളുടെ കൂടെ എങ്ങോട്ടേക്കാണെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ എങ്ങോട്ട് പോയാലും അതിന് നിങ്ങൾക്ക് എന്താ കാര്യം? അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണോ? എന്നെ ബാധിക്കോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവര് പറയുന്നത് കേട്ട് നീ തുള്ളാൻ നിൽക്കണ്ട. അത് നിനക്ക് നല്ലതിനാവില്ല. എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. പക്ഷെ നിങ്ങളുടെ ഒരു ഉദ്ദേശവും ഈ വീട്ടിൽ നടക്കാൻ പോകുന്നില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്തുദ്ദേശിച്ചെന്നാ നീ പറയുന്നേ? നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. അതൊന്നും ഇനി വിശദീകരിക്കണ്ട. പക്ഷെ അതിൽ നിന്ന് തരാനേ എന്നെ കിട്ടില്ല. സേതുമാധവന്റെ മകളാ ഞാൻ. അച്ഛനുള്ള അതേ വാശി എന്റെ രക്തത്തിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നിനക്ക് ഈ വീട്ടിൽ എന്തും ആവാം. ആരെയും ഭരിക്കാം, ചോദ്യം ചെയ്യാം, വേണമെങ്കിൽ ഇതുപോലെ ഇൻസൾട്ട് ചെയ്യാം. അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരൊക്കെ എന്തേലും പറയോ ചെയ്യോ ചെയ്താ അത് വലിയ കുറ്റം. നീ ആരാടി? ഈ വീട്ടിലെ മൂത്ത മരുമോള് ഞാനാ. അതിന്റെ താഴെയാ നിന്റെ സ്ഥാനം. അത് മറക്കണ്ട. അച്ഛന് കൂട്ടുപിടിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ നാടകങ്ങളൊന്നും ഇനി വിജയിക്കാൻ പോകുന്നില്ല. നിന്റെ അച്ഛനെ കൂട്ടുപിടിച്ച് ഈ വീട്ടിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. നീ അച്ഛന്റെ സ്വന്തം മകളായിരിക്കാം. മരുമകളാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ എന്റെ സ്വന്തം അച്ഛനായിട്ട് തന്നെയാ കണ്ടിട്ടുള്ളത്. തിരിച്ചെന്നോടും അതേ വാത്സല്യവും സ്നേഹവും തന്നെ അച്ഛൻ കാണിക്കുന്നത്. അതിലാരും അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് നിങ്ങളോട് അസൂയയോ? അത്രയ്ക്ക് അസൂയപ്പെടാൻ നിങ്ങൾക്ക് എന്താ ഉള്ളേ? പണോ, പ്രതാപോ, അതോ സൗന്ദര്യോ, അതോ കുടുംബ മഹിമയോ? ഇവളോട് എന്തിനാ സ്നേഹം അധികം സംസാരിക്കുന്നേ? നീ വാ, നമുക്ക് പോ. അല്ലെങ്കിലും ആളുകളെ കൂടെ കൊണ്ടു നടന്ന് ചതിച്ച് കുഴിയിൽ വീഴ്ത്തുന്നതാണല്ലോ നിങ്ങളുടെ ശീലം. നാളെ ഇവളെ ഏതെങ്കിലും കുഴിയിൽ വീഴും. അപ്പൊ കിടന്ന് നിലവിളിക്കും, രക്ഷിക്കണേന്ന്. ഇവരുടെ കൂടെ എങ്ങോട്ടെങ്കിലും പോകുമ്പോ നീ ഒരു 100 വട്ടം ചിന്തിക്കണം. എനിക്ക് നിങ്ങളുടെ സാരോപദേശമൊന്നും കേൾക്കണമെന്നില്ല. ആരുടെ കൂടെ പോണം, എങ്ങോട്ട് പോണം എന്നൊക്കെ നല്ലതുപോലെ ചിന്തിക്കാനുള്ള പ്രായം എനിക്കുണ്ട്. അല്ല, എന്നോട് ചോദിക്കാനും ഉപദേശിക്കാനും നിങ്ങൾ ആരാ? എന്റെ അമ്മയോ അതോ അമ്മായി അമ്മയോ? ദേ, മേലില് ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോ എന്റെ പിന്നാലെ വന്നേക്കരുത്. എടുത്തു വാ. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഞാനിപ്പോ എങ്ങോട്ടാ പോകുന്നെന്ന് താമസിയാതെ മനസ്സിലായിക്കോളും. അച്ഛ ചേച്ചി ദേ. അച്ഛാ, എന്റെ പൊന്നുമോള് പൊട്ടൊക്കെ കുത്തി സുന്ദരിയായല്ലോ. എന്നടാ ഇന്നലെ രാത്രി മോളെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയതാ നിന്റെ അച്ഛന്റെ ബഹളം. ഇപ്പൊ മോളെ ഒന്ന് എടുത്തപ്പോഴാ അതൊന്നും അടങ്ങിയത്. ആ, ഇനി സ്വപ്നം കണ്ടെന്ന് പറഞ്ഞത് ഉള്ളതാണെന്നും അറിയില്ല കേട്ടോ. ഞാൻ കണ്ടതാ, കള്ളം പറഞ്ഞൊന്നുമല്ല. ഓ ആയിക്കോട്ടെ. അതെ, താലോലിച്ച് തീർന്നെങ്കിൽ ഞാനും കൂടെ ഒന്ന് എടുത്തോട്ടെ. ഒന്ന് താമാഷേ. ആ, അമ്മയുടെ പൊന്നൂട്ടാ. മോളെ മാല ഇവിടെ. ആ, അവളുറങ്ങി. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഈ മോളുടെ പേരെന്താ മോളെ? ശിവേണ്ണി ഇന്ത്യച്ചിയും എന്തോ പേരിട്ടിരുന്നു.
അതെന്താന്ന് എനിക്കറിയില്ല. ആ അതെന്തായാലും വേണ്ട. നമുക്ക് നമ്മുടെ കുഞ്ഞിന് മറ്റൊരു നല്ല പേരിടാം, അല്ലേ മോളു? എളുപ്പത്തിനിപ്പോ ആതിര പറഞ്ഞ പേരാ വിളിക്കുന്നത്, ആ? മാളൂന്ന്. ഓ മാളു, മാലുവും മാളുവും. അത് കൊള്ളാലോ. ഉം. ഇനി മറ്റൊരു നല്ല പേര് കൂടി വേണം. നമുക്ക് രമ്യ എന്നിട്ടാലോ? രമ്യോ? ആ അതെ. എന്താ, രമ്യ നല്ല പേരല്ലേ? പേരൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ ഈ കാലത്ത് അങ്ങനത്തെ പേരൊന്നും ആരും ഇടില്ല അച്ഛാ. ഏയ്, എങ്കിൽ പിന്നെ രശ്മി നിറ. ഓ ഗ്രീഷ്മയായാലും മതി. ആ എന്റെ പൊന്നു മാഷേ, മാഷേ, ഇതൊക്കെ ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ ഇടാൻ വേണ്ടി വെച്ചിരുന്ന പേരല്ലേ? ആ, ആ. അതെ അതെ. ഓ അത് അന്നത്തെ കാലല്ലേ? ആ, അന്നിടാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ ഇടാലോ. അത് എത്ര വർഷം മുമ്പാ മാഷേ? ഓർമ്മയുണ്ടോ വല്ലതും? അത് പിന്നെ മാഷേ, ഇനി പേരാലോചിച്ച് ബുദ്ധിമുട്ടണ്ട. അത് സച്ചി അച്ഛൻ കൂടെ നല്ലൊരു പേരിട്ടോളൂ, അല്ലടമുള്ളൂ. ഉം, ആ, ആ അച്ചുമോളെ, അവസാനം എത്ര ആലോചിച്ചിട്ടും പേര് കിട്ടിയില്ലെങ്കിലേ ലക്ഷ്മി എന്നിട്ടോ. ആ ആ ശോ, എന്റെ മാഷ് അതൊന്ന് വിടുന്നുണ്ടോ? ആ വിട്ടു. ആ ആ ആ അതൊക്കെ വിട്ടിട്ടെ, അച്ഛൻ മാളുമോളെ കുറിച്ച് കണ്ട സ്വപ്നം എന്തായിരുന്നു പറയേ. അത് പിന്നെ ഞങ്ങൾക്കൂടെ ഒന്ന് കേൾക്കാലോ. എടി, ഞാൻ ചോദിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. ആ, വെറുതെയാ, കുഞ്ഞുങ്ങളെ കാണാനുള്ള അടവായത്. അടവൊന്നുമല്ല, ഞാൻ കണ്ടതാ. ഉം, പിന്നെ കണ്ട എന്താന്ന് വെച്ചാ അങ്ങ് പറഞ്ഞൂടെ. പറ. അത് അതിപ്പോ ആ, ഒരു മുത്തശ്ശന്റെയും പേരക്കുട്ടിയുടെയും കഥ. ഏ? ആ, ആ. കഥയോ? ആ കഥയല്ല, സ്വപ്നം തന്നെയാ. ആ ഉം. ഞാനും എന്റെ പേരക്കുട്ടികളും കൂടി ടൂർ പോകുന്നു. ആ. ഞാനൊരു വലിയ കുഴിയിൽ വീഴുന്നു. അയ്യോ. എന്റെ 2 മക്കളും കൂടി എന്നെ രക്ഷപ്പെടുത്തുന്നു. ഉം. ഇതാ കണ്ടത്. ആ ആ, ബെസ്റ്റ്. ഗുണ കേവിലായിരിക്കുമല്ലേ അച്ഛൻ വീണത്? ആ എടി, ഇങ്ങനൊരു പഴയ സിനിമ ഇല്ലേ കമലഹാസന്റെ? ഏ? ആ അച്ഛാ, വല്ലാതെ വേർക്കുന്നുണ്ടോ? നമുക്ക് AC ഓണാക്കിയാലോ? അച്ഛൻ ഇനി നിന്ന് വിയർക്കണ്ട. കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. ആതിര അച്ഛനെ നേരത്തെ വിളിച്ചായിരുന്നല്ലേ? ആ, വിളിച്ചായിരുന്നു. അപ്പൊ അത് തന്നെയാ കാര്യം. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് സമാധാനമില്ലാതെ ഓടി വന്നതല്ലേ അച്ഛൻ? ഇവിടെ അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ല അച്ഛാ. എന്നാലും ഒരു സമാധാനം വേണ്ടേ മോളെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.